Hello guys, welcome to mfc-creations. അപ്പോൾ നമ്മുടെ Backend മാസ്റ്ററി സീരീസിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സൈനപ്പ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും എങ്ങനെയാണ് സൈനപ്പിൻ്റെ റൗട്ട്സും സർവീസ് കൺട്രോളേഴ്സ് എല്ലാം എഴുതുക എന്നുള്ളതും നോക്കി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എഴുതാൻ പോകുന്നത് വാലിഡേഷൻ മിഡിൽവെയർ ആണ്. അത് നമ്മൾ കൊടുക്കുന്ന DTOനെ എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നുള്ളത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ക്ലാസ് ട്രാൻസ്ഫോർമർ എന്നാണ് ആ പാക്കേജിൻ്റെ നെയിം. So npm install class transformer. ഓക്കെ, ഈ പാക്കേജ് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മളൊരു പ്ലെയിൻ ഒബ്ജക്റ്റിനെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൻ്റെ ഇൻസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ പാക്കേജ് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു മിഡിൽവേഴ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. സോ മിഡിൽവേഴ്സ്. ഓക്കെ, അതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വാലിഡേഷൻ മിഡിൽവെയർ ആണ്. സോ അതിനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. വാലിഡേഷൻ ഡോട്ട് മിഡിൽവെയർ ഡോട്ട് ts. ഓക്കെ, ഇനി നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ കോൺസ്റ്റ് വാലിഡേഷൻ മിഡിൽവെയർ. ഓക്കെ, ദെൻ ഓക്കെ, ഈ ഒരു വാലിഡേഷൻ മിഡിൽവെയർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ മിഡിൽവെയർ റൗട്ട്സിൽ യൂസ് ചെയ്യുമ്പോൾ വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു സമയത്ത് ഇതിലോട്ട് കുറച്ച് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യും. അത് നമുക്ക് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, സോ ഞാനവിടെ ഒരു DTO ഏതാണെന്നുള്ളത് അവിടെ പാസ് ചെയ്യും. അതുപോലെ തന്നെ എവിടെയാണ് വാല്യൂ വരുന്നത് എന്നുള്ളത്, ഈ രണ്ട് പാരാമീറ്റേഴ്സാണ് ഞാൻ ഈ മിഡിൽവെയർ കോൾ ചെയ്യുമ്പോൾ ഞാൻ പാസ് ചെയ്യുന്നത്. അത് ഞാൻ കോൾ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഞാനവിടെ എക്സ്പെക്ട് ചെയ്യുന്ന രണ്ട് വാല്യൂസാണ്. ഒന്ന് ടൈപ്പ്, അതായത് DTOയുടെ ടൈപ്പ് ഏത് DTO ആണ് എന്നുള്ളത്. സോ ഞാനിപ്പോൾ അത് എനി കൊടുത്തു. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് വാല്യൂ. ഓക്കെ, വാല്യൂ എന്നുള്ളത് ലൈക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് എവിടെയാണ് വരുന്നത്, പാരംസിലാണോ ബോഡിയിലാണോ വാലിഡേറ്റ് ചെയ്യേണ്ടത്, ക്വറിയിലാണോ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അത് വാല്യൂ വരുന്നത് സ്ട്രിങ് ആണ്. ഓക്കെ, സ്ട്രിങ്. അതിൽ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് നമുക്കൊന്ന് ബോഡി ആയിരിക്കാം. ഓക്കെ, സോ അത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് കൂടെ നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. സോ അതിനായിട്ടൊരു ഓർ ഇടുക. ദെൻ എയ്തർ ബോഡിയിൽ വരാം, ദെൻ അല്ലെങ്കിൽ ബോഡി അല്ലെങ്കിൽ പിന്നെ വരാൻ പോകുന്നത് മേ ബി ക്വറിയിലായിരിക്കാം, അതല്ലെങ്കിൽ പാരാംസിലായിരിക്കാം. ഓക്കെ, ഈ മൂന്നെണ്ണമാണ് ഞാനിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഡിഫോൾട്ടായിട്ട് ഞാൻ ബോഡി എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഫംഗ്ഷനകത്താണ് നമ്മുടെ വേറൊരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ മിഡിൽവെയർ ചെയ്താണുള്ളത്. സോ ഇതിനകത്ത് ഞാൻ റിട്ടേൺ നമ്മുടെ മിഡിൽവെയർ കൊടുക്കും. സോ ആ ഫംഗ്ഷൻ 3 വേരിയബിൾസാണ് അതിൽ പാരാമീറ്റേഴ്സ് ആയിട്ട് വരിക. ആദ്യം വരുന്നത് നമ്മുടെ റിക്വസ്റ്റ്, പിന്നെ വരുന്നത് റെസ്പോൺസ്, അതുപോലെ തന്നെ നെക്സ്റ്റ്, നമ്മൾ കൺട്രോളറിൽ എഴുതിയിട്ടുള്ള അതേ സംഭവം. ഓക്കെ, ദെൻ ഇതിനകത്താണ് ഇനി നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് എഴുതാൻ പോകുന്നത്. ഇതൊരു അസിങ് ഫംഗ്ഷനാണ്. സോ അതിന് അസിങ് ആക്കി. ദെൻ നമുക്കിവിടെ കുറച്ച് ടൈപ്സ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. സോ ഇമ്പോർട്ട് ഫ്രം എക്സ്പ്രസ് നമുക്ക് വേണ്ടത് റിക്വസ്റ്റ്, അതുപോലെ തന്നെ റെസ്പോൺസ്, ദെൻ വേണ്ടത് നെക്സ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ടൈപ്പ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. സോ റിക്വസ്റ്റ്, റെസ്പോൺസ്, ദെൻ വേണ്ടത് നെക്സ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് നമ്മുടെ DTOയും അതുപോലെ തന്നെ വാല്യൂ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. സോ അതിനായിട്ട് ഞാൻ എഴുതാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് ട്രാൻസ്ഫോർമർ എന്ന് പറയുന്ന ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ക്ലാസ് വാലിഡേറ്റർ എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സ്റ്റാർട്ട് ഇമ്പോർട്ട് ഫ്രം ക്ലാസ് വാലിഡേറ്റർ. ക്ലാസ് വാലിഡേറ്റർ നമുക്ക് വേണ്ടത് വാലിഡേറ്റ് എന്ന് പറയുന്നൊരു സംഭവമാണ്. ദെൻ പിന്നെ നമുക്ക് ക്ലാസ് ട്രാൻസ്ഫോമറിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. സോ ക്ലാസ് ട്രാൻസ്ഫോമറിൽ നിന്ന് നമുക്ക് വേണ്ടത് പ്ലെയിൻ ടു ഇൻസ്റ്റൻസ് ആണ്. സോ ഓക്കെ, അതായത് നമുക്ക് വരുന്നത് ഒരു പ്ലെയിൻ ഒബ്ജക്റ്റ് ആയിരിക്കും. അതിനെ നമുക്ക് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലെയിൻ ടു ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യുന്നത്. സോ ഇനി ഇതിനകത്ത് നമ്മളാദ്യം വാലിഡേറ്റ് വിളിക്കാം. സോ വാലിഡേറ്റിനകത്ത് നമ്മളാദ്യം DTO കൊടുക്കണം. സോ പ്ലെയിൻ ടു ഇൻസ്റ്റൻസ്, ദെൻ അതിനകത്ത് ഏത് DTO എന്ന് കൊടുക്കണം. DTO കൊടുത്തു. ഇനി നമുക്ക് വാല്യൂ കൊടുക്കണം. വാല്യൂ മേ ബി റിക്വസ്റ്റ് ഡോട്ട് ബോഡി ആവാം, റിക്വസ്റ്റ് ഡോട്ട് ക്വറി ആവാം, പാരാംസ് ആവാം. സോ നമുക്ക് ജനറലായിട്ട് റിക്വസ്റ്റ് ഓഫ് വാല്യൂ എന്ന് കൊടുക്കാം. ഓക്കെ,
സോ ഇവിടെ എറർ വരുന്നു. ഓക്കെ, നമുക്കിവിടെ പോസിബിൾ ആയിട്ടുള്ളത് ഈ 3 വാല്യൂസാണ്. സോ ഇവിടെ നമ്മൾ സ്ട്രിങ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ either ഓഫ് ദീസ് 3 ഇവിടെ വരും. സോ അങ്ങനെ നമുക്ക് ആ വാല്യൂ നമ്മൾ പ്ലെയിൻ ടു ഇൻസ്റ്റൻസ് വെച്ച് അതിനെ കൺവേർട്ട് ചെയ്ത് വാലിഡേറ്റ് ചെയ്യും. ഇത്രയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ വല്ല വല്ല ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് എറേഴ്സ് റിട്ടേൺ ചെയ്യും. ഓക്കെ, സോ നമുക്കൊരു വേരിയബിളിലോട്ട് എടുക്കാം. കോൺസ്റ്റ് എറേഴ്സ് ഈക്വൽ ടു അവൈറ്റ് ദീസ് തിങ്സ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഓപ്ഷണലായിട്ടൊരു ഒബ്ജക്റ്റ് കൂടെ നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അതിൽ വരുന്നൊരു വേരിയബിൾ എന്ന് പറയുന്നത് സ്കിപ്പ് മിസ്സിംഗ് ഫീൽഡ്. അതിനൊരു വാല്യൂ ട്രൂ ഓർ ഫോൾസ് കൊടുക്കുക. അത് ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ മിസ്സിംഗ് ഫീൽഡ് സ്കിപ്പ് ചെയ്തുള്ളൂ, അതിനെ വാലിഡേറ്റ് ചെയ്യത്തില്ല. വരുന്ന വാല്യൂസ് മാത്രമേ വാലിഡേറ്റ് ചെയ്യുള്ളൂ. നമുക്കതും വാലിഡേറ്റ് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ സ്കിപ്പ് മിസ്സിംഗ് പ്രോപ്പർട്ടീസ് നമ്മൾ ഫോൾസ് കൊടുത്തു. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഈ എറേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. നമുക്ക് ചുമ്മാ അവിടെ ഒരു കൺസോൾ നോക്കാം. console.log എറേഴ്സ്, നമുക്ക് എറേഴ്സ് എടുക്കണം. ഓക്കെ, ദെൻ ഇനിയിപ്പോൾ എറേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് നേരെ കൺട്രോളറിലോട്ട് പോകണം. സോ അതിൻ്റെ ഒരു സംഭവം ഇവിടെ എഴുതണം. സോ ഇഫ് നോ എറേഴ്സ്. ഓക്കെ, എറേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഫംഗ്ഷൻ വിളിക്കുക. സോ അത് നെക്സ്റ്റ് സ്റ്റെപ്പിലായിട്ടുള്ള കൺട്രോളറിലോട്ട് പൊക്കോളൂ. ഓക്കെ, ഇവിടെ അവൈറ്റിൻ്റെ ആവശ്യമില്ല, ചുമ്മാ നെക്സ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ഓത്തർ ഔട്ടിലോട്ട് വരാം. ഓത്തർ ഔട്ടിൽ വന്നിട്ട് ഈ മിഡിൽ വെയർ അവിടെ ഇമ്പോർട്ട് ചെയ്യണം. സോ ഇമ്പോർട്ട് വാലിഡേഷൻ middleware from middleware's validation. ഓക്കെ, നമ്മളവിടെ എക്സ്പോർട്ട് ചെയ്തിട്ടില്ല. സോ അത് എക്സ്പോർട്ട് ചെയ്യണം ആദ്യം. എക്സ്പോർട്ട് ഡിഫോൾട്ട് വാലിഡേഷൻ മിഡിൽവെയർ. ഓക്കെ, ദെൻ ഓത്തറോട്ട് പോവാം. ഇനി നമ്മൾ ഈ കൺട്രോളർ വിളിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമ്മൾ ഈ വാലിഡേഷൻ മിഡിൽവെയർ വിളിക്കാം. വാലിഡേഷൻ മിഡിൽവെയറിൽ നമ്മൾ പറഞ്ഞ രണ്ടെണ്ണമാണ്. ആദ്യം ടൈപ്പ് കൊടുക്കണം. സോ ആ ഡി ടിയോടെ ടൈപ്പ് കൊടുക്കണം. സോ അതിനായിട്ട് ആദ്യം ആ ഡി ടി ഒ ഇമ്പോർട്ട് ചെയ്യണം. സോ ഇമ്പോർട്ട് ഫ്രം ഡി ടി ഒസ് ഓത്ത് ഡി ടി ഒ. ഡി ടി ഒയുടെ നെയിം സൈനപ്പ് ഡി ടി ഒ എന്നാണ്. സോ അതെടുത്തിട്ട് നമ്മൾ ഈ വാലിഡേഷൻ മിഡിൽവെയറിൽ കൊടുക്കുക, സൈനപ്പ് ഡി ടി ഒ. ഓക്കെ, ഈ ഒരു പാരാമീറ്റർ ഉള്ളത് ഏതാണെന്നുള്ളത്, ബോഡിയിലാണോ പാരംസിലാണോ. സോ ഞാൻ ബോഡിയിൽ നിന്ന് കൊടുത്തു. ഇനി ഇവിടെ ഒരു കോമ ഇട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ ഇനി സേവ് ചെയ്യാം. ഇനി നേരെ നമ്മുടെ പോസ്റ്റ്മാനിലോട്ട് പോവാം. ഓക്കെ, ആപ്പ് റണ്ണിങ് ആണ്. പോസ്റ്റ്മാനിൽ പോയിട്ട് ഇപ്പം ഞാനിവിടെ നിന്ന് ഇമെയിൽ എടുത്ത് ഒഴിവാക്കിയിട്ട് ഞാൻ സൈനപ്പ് വിളിച്ചു. ഓക്കെ, ഞാനിവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എറർ ഇവിടെ കൺസോൾ ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ പറ്റും വാലിഡേഷൻ എറേഴ്സ് കാണാൻ. പാസ്വേഡ് മസ്റ്റ് ബി ലോങ്ങർ ദാൻ 8 ക്യാരക്ടേഴ്സ്. ഓക്കെ, നമ്മൾ പാസ്വേഡിന് ഒരു വാലിഡേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമെയിലും മസ്റ്റ് ബി ആൻ ഇമെയിൽ. നമ്മൾ ഇമെയിലൊന്നും പാസ് ചെയ്തിട്ടില്ല. സോ അത് ഒരു അൺഡിഫൈൻഡ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇമെയിലിനും അതുപോലെ തന്നെ പാസ്വേഡും നമുക്ക് എറർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് അങ്ങനെ എറർ വന്നാൽ അത് ഡിസ്പ്ലേ ചെയ്യണം. സോ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ സൈനപ്പ് ഡി ടി ഒയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണാം ഇമെയിലിന് വാലിഡേഷൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെയിമിന് സ്ട്രിങ് ആയിരിക്കണം വാലിഡേഷൻ ഉണ്ട്. പാസ്വേഡിന് ലെങ്ത്തിൻ്റെ വാലിഡേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മസ്റ്റ് ബി 8 ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു എറർ മെസ്സേജ് കൂടെ നമുക്കിവിടെ വന്നത്. സോ ഇനി നമ്മൾ നമ്മുടെ മിഡിൽ വെയറിലോട്ട് പോകാം. ഓക്കെ, മിഡിൽ വെയറിൽ പോയിട്ട് ഒരു കണ്ടീഷൻ കൊടുക്കുക. ഇവിടെ നമുക്ക് എറേഴ്സ് കിട്ടുന്ന ഒരു അറേ ആയിട്ടാണ്. സോ അത് നമുക്കെടുത്ത് പ്രോസസ്സ് ചെയ്യണം. സോ നമുക്ക് ആദ്യം ഒരു കണ്ടീഷൻ എഴുതാം. ഇഫ് എറേഴ്സ് ഡോട്ട് ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ 0. അതിൻ്റെ അർത്ഥം നമുക്കവിടെ എറേഴ്സ് കിട്ടിയിട്ടുണ്ടെന്നാണ്. സോ അതിനായിട്ട് നമുക്കൊരു മെസ്സേജ് ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാം. ഈ നമുക്ക് എടുക്കേണ്ടത് ഈ മെസ്സേജസ് ആണ്. ഇമെയിൽ മസ്റ്റ് ബി സ്ട്രിങ്, അതുപോലെ തന്നെ പാസ്വേഡ് നോ ലോങ്ങർ ദാൻ 8 ക്യാരക്ടേഴ്സ്. ഈ എറർ മെസ്സേജാണ് നമുക്കെടുത്ത് ഡിസ്പ്ലേ ചെയ്യാനുള്ളത്. ഓക്കെ, സോ അതിനായിട്ട് ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, കോൺസ്റ്റ് മെസ്സേജ്. ഓക്കെ, കോൺസ്റ്റ് മെസ്സേജ് നമുക്ക് ഈ അറേനെ മാപ്പ് ചെയ്യണം. എറേഴ്സ് ഡോട്ട് മാപ്പ്. ഓക്കെ, അതിൽ വരുന്നത് ഞാൻ എറർ എന്നെടുത്തു. എറർ എന്ന് കൊടുത്തു. ദെൻ ഓക്കെ ഇപ്പോൾ നമുക്ക് അതായത് ഈ അറേനെ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരുന്നൊരു ഒബ്ജക്റ്റാണ്. സോ ഓക്കെ, ഈ ഒബ്ജക്റ്റിനകത്തെ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്ന കീക്കകത്താണ് നമ്മുടെ എറർ കിടക്കുന്നത്. സോ അതെടുക്കണം. സോ അതിനായിട്ട്
നമുക്ക് ഈ ഒരു കൺസ്ട്രെയിൻ എന്ന് പറയുന്ന കീയുടെ വാല്യൂ എടുക്കണം. സോ അതിനായിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ഡോട്ട് കീസ്, ഓക്കെ, നമ്മുടെ കീ എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്ന കീ ആണ്. സോ ആ കീ നമുക്കിവിടെ കൊടുക്കാം, എറർ ഡോട്ട് കൺസ്ട്രെയിൻസ്. ഓക്കെ, എറർ ഡോട്ട് കൺസ്ട്രെയിൻസ്. ഓക്കെ, ഇവിടെ നമുക്കൊരു എറർ ഉണ്ട്. ഓക്കെ, സോറി, ഞാൻ ഇവിടെ കീസ് അല്ല കൊടുക്കണം, നമ്മൾ വാല്യൂസ് ആണല്ലോ എടുക്കുന്നത്. സോ ഓക്കെ, ഈ എറർ ഡോട്ട് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്ന ഈ ഒരു കീയുടെ വാല്യൂസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എറർ ഉണ്ട്, അത് ഓക്കെ നമുക്ക് സോൾവ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു അറേ ആയിരിക്കും. ആ അറേനെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് വേണം ഡിസ്പ്ലേ ചെയ്യാൻ. സോ ജോയിൻ കൊടുക്കാം, അതിനകത്ത് നമ്മൾ കോമ കൊടുക്കാം. ഓക്കെ, ദെൻ ഈ എററിന് നമുക്കൊരു ടൈപ്പ് കൊടുക്കാം. ആ ടൈപ്പ് നമുക്ക് ക്ലാസ് വാലിഡേറ്റർ എന്ന് ഇമ്പോർട്ട് ചെയ്യാം. എററിൻ്റെ ടൈപ്പ് വരുന്നത് വാലിഡേഷൻ എറർ എന്നാണ്. ഓക്കെ, ദെൻ അതെടുത്തിട്ട് നമുക്ക് ഈ എററിൻ്റെ ടൈപ്പായിട്ട് കൊടുക്കാം, വാലിഡേഷൻ എറർ. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് എററാണ് വരുന്നത്. സോ നമുക്ക് നോൺ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് നോൺ നള്ളബിൾ ആണ്. എങ്ങനെയാലും ആ ഒരു വാല്യൂ അവിടെ ഉണ്ടാവും, ആ ഒരു കീ അവിടെ ഉണ്ടാവും. സോ നമുക്ക് ആ എക്സ്ക്ലമേറ്ററി മാർക്ക് കൂടെ ഇട്ട് കൊടുക്കാം. സോ ഇപ്പോൾ നമുക്ക് എറേഴ്സ് ഒന്നുമില്ല. ഇവിടെ കോമ ഒത്തിരി സ്പേസ് കൂടെ കൊടുക്കാം. ദെൻ അത് കഴിഞ്ഞ് നമുക്ക് ലൈക്ക് അത് ഡിസ്പ്ലേ ചെയ്യണം. സോ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ റെസ്റ്റ് ഡോട്ട് JSON എന്ന് കൊടുത്തു. സോറി, റെസ്റ്റ് ഡോട്ട് സ്റ്റാറ്റസ് 400 കൊടുത്തു. ദെൻ ഡോട്ട് JSON, അതിനകത്തോട്ട് ഈ മെസ്സേജ് ഞാൻ പാസ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ സേവ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ആപ്പ് റണ്ണിങ് ആണ്. ദെൻ ഞാനിത് റൺ ചെയ്താൽ ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാം ഇമെയിൽ മസ്റ്റ് ബി ആൻ ഇമെയിൽ, പാസ്വേഡ് മസ്റ്റ് ബി. ഓക്കെ, ഇത്ര എറേഴ്സ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എറർ മിഡിൽ വെയർ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കണ്ടീഷൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം. ഇവിടെ ഈ ഒരു ഇഫ് കണ്ടീഷൻ പകരം നമുക്ക് എൽസ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, എറേഴ്സ് ഇല്ലെങ്കിൽ കൺട്രോളിലോട്ട് പൊക്കോളൂ. ഇവിടെ കോമ കഴിഞ്ഞൊരു സ്പേസ് ഇടാൻ കാരണം നമ്മുടെ രണ്ട് മെസ്സേജിനിടയിൽ ഒരു സ്പേസ് വരാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഓക്കെ, നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ എറേഴ്സ് എന്ന് പറയുന്നൊരു അറേ ഉണ്ടാവും. ആ അറേനെ നമ്മൾ മാപ്പ് ചെയ്തിട്ട് ഈ ഒരു കൺസ്ട്രെയിൻസ് എടുത്തു. ആ കൺസ്ട്രെയിൻസിലുള്ള വാല്യൂസ് നമ്മൾ എടുത്തിട്ട് ജോയിൻ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഓരോ മെസ്സേജും എടുത്ത് കോമ വെച്ച് നമ്മൾ ജോയിൻ ചെയ്തു. ഇത്രയാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എറർ വാലിഡേഷൻ മിഡിൽ വെയറിൽ വരുന്നത്. ഇനിയിപ്പോൾ ഞാനവിടെ കറക്റ്റ് ഡാറ്റ കൊടുത്തു. ഞാൻ പുതിയൊരു യൂസറെ ക്രിയേറ്റ് ചെയ്തു. കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, പാസ്വേഡ് 8 ക്യാരക്ടേഴ്സ് വേണം. ഞാനവിടെ 1 2 3 4 5 എന്ന് കൊടുത്തു. ഞാൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ സൈനപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വാലിഡേഷൻ മിഡിൽ വെയർ ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകൾ പ്രോപ്പറാണ് എന്നുള്ളതാണ് നമ്മുടെ വാലിഡേഷൻ മിഡിൽ വെയർ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.